ടൂറിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചെങ്കിലും തിരുവനന്തപുരത്ത് ഞങ്ങൾ ആദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടീം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം തന്നെ ഓഡിറ്റോറിയം ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് തരും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നിങ്ങൾ കാത്തിരിക്കുന്ന 8 പേരെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട 8 കണ്ടസ്റ്റൻസിനെ ഞാൻ വേദിയിലോട്ട് വിളിക്കുകയാണ്. Let's welcome Star Singer Season 9 stars. യെസ്, അപ്പം ഓരോരുത്തരായിട്ട് ബബി സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഹലോ ഇത് പോരാ, ഇതിനേക്കാൾ നന്നായിട്ടൊരു ഞങ്ങളെല്ലാവരും ഇഷ്ടല്ലേ? നന്നായിട്ടൊരു ശബ്ദം ഉണ്ടായിരിക്കും. ഒന്ന് കൂവിക്ക് എല്ലാവരും. താങ്ക് യു. ഒപ്പം ഈ ഒരു വേദിയിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സെമി ഫൈനൽ വേദിയിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ സ്റ്റാർ സിംഗർ. അപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും ഒരു സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയേണ്ടത്, ഒരുപാട് സന്തോഷം. ഈ ഒരു നിറഞ്ഞ സദസ്സിന് എൻ്റെ ഹൃദയം മുഴുവനുള്ള സ്നേഹം ഞാൻ എല്ലാവർക്കും തരികയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വരുന്നത്. ഒരുപാട് സന്തോഷം ഈ ഒരു നിറഞ്ഞ വേദി തന്നതിൽ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ ട്രിവാൻഡ്രത്ത് ഞാനും ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന സ്റ്റാർ സിംഗറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ഷോയിൻ്റെ ഒരു സെമി ഫൈനലിസ്റ്റ് പറയാൻ എനിക്ക് വലിയ അഭിമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പാട്ടുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത്. ഇപ്പം നമ്മൾ ഫിനാലിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പാട്ട് കേൾക്കുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സ്നേഹവും കൂടെ ഉണ്ടാവണം. താങ്ക് യു അനുശ്രീ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളുടെ വരാൻ സാധിച്ചതിലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇത്രയും ഒരു അടിപൊളി ക്രൗഡിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഹാപ്പി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ വേണം. താങ്ക് യു സോ മച്ച്. സന്തോഷം. എന്താ പറയണ്ട അറിയില്ല. എന്താ പറയുക, സന്തോഷം തന്നെ. എല്ലാവരും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സിംഗേഴ്സിനും ഒരു സ്വപ്നവേദിയാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും ഗംഭീരമായൊരു സ്വീകരണം തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാവരും ഷോയിൽ ഞങ്ങൾ പാടിയ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സാണ് നിങ്ങൾക്ക് വേണ്ടി പാടാനിരിക്കുന്നത്. ആൻഡ് വി കനോട്ട് വെയിറ്റ് ടു എൻ്റർടൈൻ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നന്ദ. ഗോകുൽ. നമ്മുടെ സ്ട്രെച്ചിൽ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ സ്റ്റാർ സിംഗറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ഫൈനൽസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ സിംഗർ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഉണ്ടാവില്ലേ? അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അടിച്ചു പൊളിക്കാണല്ലേ? തെറ്റല്ലേ? താങ്ക് യു ശിമ. ഞാനിനി ഒരാളെ വിളിക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും വന്നതിന് ശേഷം വിളിക്കാമെന്ന് ചോദിച്ചു. കാരണം ആൾക്കൊരു പ്രത്യേകതയുള്ളത് ഈ നാട്ടുകാരനാണ്. ഒരു പക്ഷേ സ്റ്റാർ സിംഗർ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. നമുക്ക് പാട്ട് വർത്തമാനത്തിലൂടെ നമുക്ക് അറിയാത്ത ഒരുപാട് വിവരങ്ങളും കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ പാട്ടിലും നമുക്ക് പറഞ്ഞു ഈശോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ പാട്ടിന്റെ പിറകിലുള്ള കഥ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിൽ പാട്ട് വർത്തമാനം കഴിഞ്ഞ 1 കൊല്ലമായിട്ട് പറഞ്ഞ
പറയണം. അതെ, പറയണം. സ്വന്തം നാട്ടിൽ നമ്മൾ എത്തി നിൽക്കുകയാണെങ്കിൽ സഞ്ചരിച്ച് അവസാനം തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതെ, ഈ ഹോം ടൂറിന് പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു വിഷമമായിരുന്നു. കാരണം ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷെ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം വന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഇത്രയും നല്ലൊരു വേദി, നിശാഗന്ധി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ തിരുവനന്തപുരക്കാരെയും പോലെ തന്നെ ഈ നിശാഗന്ധിയുടെ സ്റ്റെപ്പിലൊക്കെ വന്നിരുന്ന് PSC പഠിക്കാനും പ്രേമിക്കാനും കട്ടടിച്ചും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ നിരങ്ങിയിട്ടുള്ള ഒരാളാണ്. ബാൻഡിന്റെ പരിപാടികൾക്ക് ആയിരുന്നാലും ഇവിടെയൊക്കെ നിന്ന് അകത്തിന്റെ പരിപാടിക്ക് ഇവിടെയൊക്കെ നിന്ന് കളിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം IFFK പടം കാണാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പം എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരും. അത്രത്തോളം എന്തുവാണ്, നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു സ്ഥലമാണ് ഓഡിറ്റോറിയമൊക്കെ. അപ്പൊ അവിടെ ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനും പിന്നെ ഒരു 2 വാക്ക് സംസാരിക്കാനും ഒക്കെ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ. വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അടിപൊളി ക്രൗഡിന് മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറും കൂടി വരണമെന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം ഞങ്ങളുടെ ഡയറക്ടർ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് ഷോസ് നൽകിയിട്ടുള്ള സിർഗു വിജയരാജ്. ഒരുപാട് നമ്മുടെ സാറിന് കൊടുക്കാം. നമസ്കാരം. ദിവ പറഞ്ഞ പോലെ ഇപ്പൊ എൻ്റെ അടുക്കൽ ഞാൻ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ ബേസിക്കലി ഞാൻ ആലപ്പുഴക്കാരനാണ്. പക്ഷെ എന്നാലും പെട്ടെന്ന് ആദ്യം ഓർമ്മ ഒരു തിരുവനന്തപുരമാണ്. കാരണം കഴിഞ്ഞൊരു 10-20 വർഷത്തിലധികമായിട്ട്, എനിക്കൊന്ന് 25 വർഷമായിട്ട് ഞാൻ ട്രിവാൻഡ്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഞാൻ വിവാഹം കഴിച്ച ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആദ്യം ഞാൻ ജോലി തേടി വന്നത് ട്രിവാൻഡ്രത്താണ്. ഇവിടെ രാവിലെ മ്യൂസിയത്തിൽ നടക്കാനും ഓടാനും ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവിടെ ഈ സ്പേസിൽ കാണികളുടെ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് തവണ വന്നിരുന്നിട്ടുണ്ട്. സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് ഭാഗ്യമാണ്. അതിന് ഏഷ്യാനെറ്റിനോടും സ്റ്റാർ സിംഗറിനോടും ഒരുപാട് നന്ദി, കടപ്പാട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നമുക്ക് നമ്മുടെ ഇവന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ പെർഫോമൻസുകളും പാട്ടുകളും ഒക്കെ കാണാനും വിശേഷങ്ങൾ അറിയാനൊക്കെ നിങ്ങൾ റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു കൈയ്യടി തന്നുകൊണ്ട് ഇവരെ കൂടെ നമുക്ക് ആദ്യം കൂക്കിപ്പിക്കണം. എന്ത് വോയിസാണ് നിങ്ങൾക്ക് വേണ്ടത്? പിള്ളേരെ, ബലറാമാണ് അതിൻ്റെ ആൾ. അതായത് നിങ്ങളൊരു കൂക്കൽ ശബ്ദത്തിലാണോ അല്ലെങ്കിൽ കൈയ്യടിയാണോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത്? എല്ലാവരും ആദ്യം ഒന്ന് കൈയ്യടിക്കോ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇന്ന് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അഭേദമായ നന്ദി രേഖപ്പെടുത്തുന്നു. ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും ഏഷ്യാനെറ്റ് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു. നന്ദി, നമസ്കാരം.